ഹലോ ഹായ് വെൽക്കം ടു ഓൾ. എല്ലാവരും സുഖമായി സേഫ് ആയിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. നമ്മളിന്ന് നോക്കുന്നത് നിങ്ങളുടെ പേഴ്സൻ്റെ കറൻറ്റ് എനർജിയാണ്. കരിയർ വീഡിയോസ് ചെയ്യുന്നില്ല, സ്ഥിരമായിട്ട് വീഡിയോസ് ഇട്ട് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് കരിയർ റീഡിങ്സ് ചെയ്യാം. ഇപ്പം നമ്മൾ നോക്കുന്നത് നിങ്ങളുടെ പേഴ്സൻ്റെ കറൻറ്റ് എനർജി, സിറ്റുവേഷൻസ്, തോട്ട്സ്, ഫീലിങ്സ് ഒക്കെയാണ്. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. സോ നിങ്ങൾക്ക് റെസനേറ്റ് ആവുന്നത് മാത്രം എടുക്കുക, അല്ലാത്ത കാര്യങ്ങളൊക്കെ വിട്ട് കളയുക. നെഗറ്റീവിനെ ജീവിതത്തിലേക്ക് അട്രാക്ട് ചെയ്യാതിരിക്കുക. ടൈംലെസ് ആയതുകൊണ്ട് ഈ റീഡിംഗ് നിങ്ങളുടെ മുന്നിലേക്ക് എപ്പോൾ വരുന്നു അപ്പോൾ മുതൽ നിങ്ങൾക്കിത് റെസനേറ്റ് ആയി തുടങ്ങുന്നതായിരിക്കും. ഓർത്ത് വെക്കുക, ഇതൊരു കളക്റ്റീവ് ആൻഡ് ടൈംലെസ് റീഡിംഗ് ആണ്. അപ്പോൾ നമുക്ക് റീഡിങ്ങിലേക്ക് പോവാം. വളരെ പോസിറ്റീവായിട്ട് തന്നെ തിങ്ക് ചെയ്യുക. നിങ്ങളുടെ പേഴ്സൻ്റെ നെയിം മനസ്സിലേക്ക് റിപ്പീറ്റ് കൊണ്ടുവരിക. അവരുടെ കൂടെ സ്പെൻഡ് ചെയ്തിട്ടുള്ള നല്ല നല്ല മൊമെന്റ്സ് നിങ്ങൾ മനസ്സിലേക്ക് കൊണ്ടുവരിക. എന്താണ് നിങ്ങളുടെ പേഴ്സന്റെ കറന്റ് എനർജി? കിങ് ഓഫ് വാൻഡ്സ് വന്നിട്ടുണ്ട്. സ്റ്റാർ കാർഡ് വന്നിട്ടുണ്ട്. മൂൺ കാർഡ് വന്നിട്ടുണ്ട്. പേജ് ഓഫ് കപ്സ്. ഓക്കെ, നിങ്ങളുടെ പേഴ്സന്റെ കറന്റ് സിറ്റുവേഷൻ നോക്കുകയാണെങ്കിൽ ഒറ്റ വാക്കിൽ പറയുകയാണെങ്കിൽ ആൻസൈറ്റി ആണ്. എന്തോ ഒരു ടെൻഷനിലൂടെ കടന്നു പോകുന്നതായിട്ട് കാണുന്നുണ്ട്. ഒരു പേടിയോടെ അല്ലെങ്കിൽ വളരെയധികം ഉത്കണ്ഠ ഉള്ളതായിട്ട് ഇവിടെ കാണുകയാണ്. ഓക്കെ, നിങ്ങളുടെ പേഴ്സണുമായിട്ട് ഇപ്പോൾ ഒരു കോണ്ടാക്ട് ഇല്ലായ്മ ഉണ്ടായിരിക്കാം, നോ കോണ്ടാക്ട് സിറ്റുവേഷൻ ആയിരിക്കാം. കാരണം ഇവിടെ മൂൺ കാർഡിനകത്ത് നിങ്ങളുടെ പേഴ്സണുമായിട്ടുള്ള ഒരു സെപ്പറേഷൻ കാണിക്കുന്നുണ്ട്. നിങ്ങളുടെ പേഴ്സൺ സൈലന്റ് ആയിരിക്കുക, അല്ലെങ്കിൽ ഹൈഡ് ചെയ്ത് വെക്കുക, അല്ലെങ്കിൽ നിങ്ങളോട് സംസാരിക്കാതെ മാറി നിൽക്കുന്ന ഒരു എനർജി ഇവിടെ ഉണ്ട്. അതുപോലെ പേജ് ഓഫ് കപ്സ് വന്നതുകൊണ്ട് തന്നെ ഈ പേഴ്സൺ നിങ്ങളെ കോണ്ടാക്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഓക്കെ, ഒരു പോസിബിലിറ്റി ആണ് കാണുന്നത്. ഇപ്പം നിങ്ങൾ കുറേ നാളായിട്ട് ബ്ലോക്കിലാണ്, അവർ നിങ്ങളെ ബ്ലോക്ക് ചെയ്തിരിക്കുകയാണ്, അല്ലെങ്കിൽ അവർ നിങ്ങൾക്ക് ഒരു റെസ്പോണ്ട് തരുന്നില്ല. അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഒരു ഇൻഫർമേഷൻ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നു എന്നുള്ളൊരു കാർഡാണ്, ഒരു പോസിറ്റീവ് കാർഡാണത്. പോസിബിലിറ്റി ആണ് അതിൻ്റെ. ഓക്കെ, ഒരു മെസ്സേജ് വരിക, അല്ലെങ്കിൽ ഒരു മിസ് കോൾ വരിക, അല്ലെങ്കിൽ അവർ നിങ്ങളെ ബ്ലോക്ക് കഴിക്കുക, അങ്ങനെ എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് സർപ്രൈസ് ആയിട്ട് ഒരു ഹാപ്പി സർപ്രൈസ് കിട്ടുക. അവരുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവുന്ന ആ ഒരു പോസിറ്റീവ് ചേഞ്ച് നിങ്ങളെ ഒരു സർപ്രൈസ്ഡ് ആക്കുക, ഹാപ്പിനെസ്സിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ് കാണുന്നത്. ഓക്കെ, അവരുടെ എനർജി ബട്ട് എന്തിലാണ്? ഒരു ആൻസൈറ്റിയിലാണുള്ളത്. അവരുടെ ഉള്ളിൽ നിന്ന് വരുന്ന ചില കാര്യങ്ങൾക്ക് അവർക്ക് തന്നെ ഉത്തരമില്ല എന്ന് പറയാം. ഓക്കെ, അപ്പൊ അതിന്റെ ടെൻഷൻ ആയിരിക്കാം, അല്ലെങ്കിൽ അവരുടെ ചിന്തകൾ കൊണ്ടുണ്ടാവുന്നതായിരിക്കാം. മൂൺ കാർഡ് എന്ന് പറയുമ്പോൾ ഹൈഡിങ് എനർജിയാണ്, ഒരു ചീറ്റിംഗ് ആണ്. അതായത് മനഃപൂർവ്വം നിങ്ങളെ പേടിച്ചിട്ടോ, അല്ലെങ്കിൽ ചുറ്റിനുമുള്ള ആളുകളെ പേടിച്ചിട്ടോ, അല്ലെങ്കിൽ വേറെ എന്തിനെങ്കിലും പേടിച്ചിട്ടോ സംതിങ് അവർ നിങ്ങളടുത്ത് ഒരുപാട് കാര്യങ്ങൾ മറച്ചു വെക്കുന്നു എന്ന് പറയാം. ഓക്കെ, ഇനി നിങ്ങൾക്ക് വരുന്ന ഇൻഫർമേഷൻ അല്ലെങ്കിൽ ഈ മെസ്സേജ് അല്ലെങ്കിൽ ഒരു ന്യൂസ് എന്ന് പറയുന്നത് പോലും നിങ്ങൾ ആഗ്രഹിച്ച കാര്യമായിരിക്കാം. മേ ബി നിങ്ങളടുത്ത് ഈ പേഴ്സൺ ഹൈഡ് ചെയ്ത് വെക്കുന്നത് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവുമായിരിക്കാം. ഈ പേഴ്സൺ എന്തൊക്കെയോ ഹൈഡ് ചെയ്യുന്നുണ്ട്, ഇപ്പോഴും ഓപ്പൺ അല്ല. മേ ബി നിങ്ങൾ നേരിട്ട് കാണാത്ത വ്യക്തികളായിരിക്കാം. ഈ പേഴ്സൺ തന്നിട്ടുള്ള ഡീറ്റെയിൽസ് മാത്രമായിരിക്കാം നിങ്ങൾക്ക് അറിയുന്നുണ്ടാവുക. ലോങ് ഡിസ്റ്റൻസ് ആയിരിക്കാം. അപ്പൊ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ എപ്പോഴും നിങ്ങളിങ്ങനെ എപ്പോഴും ഒരു ഹോപ്പ് കൊടുക്കുന്നുണ്ടാകാം അവർ സത്യസന്ധതയുള്ള ആളാണെന്നുള്ള രീതിയിൽ. അപ്പൊ ഈ പേഴ്സണ് ഓട്ടോമാറ്റിക്കലി തോന്നുന്നുണ്ടാകാം ഞാൻ എന്താ പറയാ ജെനുവൻ ആയിട്ടല്ലല്ലോ നിൽക്കുന്നത് എന്നുള്ളത് തോന്നുന്നുണ്ടാകാം. അതുകൊണ്ടായിരിക്കാം മേ ബി അവരത് ഓപ്പൺ ആയിട്ട് പറയുമായിരിക്കാം. ഓക്കെ, അപ്പൊ എന്തായാലും ഒരു ഗുഡ് ന്യൂസ് അല്ലെങ്കിൽ ഒരു മെസ്സേജ്, ഒരു ഇൻഫർമേഷൻ നിങ്ങൾക്ക് കിട്ടുന്നുണ്ട് എന്നുള്ളതാണ്. അത് ഹാപ്പി ആയിട്ടുള്ളതാണ്. ഓക്കെ, ഫസ്റ്റത്തെ കാർഡിന് കിങ് ഓഫ് വാൻഡ്സ് വന്നതുകൊണ്ട് തന്നെ ഈ പേഴ്സണ് ചില ആളുകൾ, ഓക്കെ, നിങ്ങൾ റീഡിങ്സ് കാണുന്ന ചില ആളുകളുടെ പേഴ്സൺസ് കരിയർ ഫോക്കസ്ഡ് ആണെന്ന് പറയാം. അവർ ചാലഞ്ചുകൾ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്, അതിനെല്ലാം ഓവർകം ചെയ്യുന്നുണ്ട്. മേ ബി ഈ ഒരു ആൻസൈറ്റി അല്ലെങ്കിൽ അവർക്കുണ്ടാകുന്ന ഒരു ഫിയർ അല്ലെങ്കിൽ അവർക്കുണ്ടാകുന്ന ഒരു പേടി എന്ന് പറയുന്നത് ഈ കരിയറിനോടുള്ളതായിരിക്കാം. റെസ്പോൺസിബിലിറ്റി ഒരുപാടുള്ള ആളുകളായിരിക്കും. അപ്പം അതിനനുസരിച്ച് മൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് അവർക്ക് സാധിച്ചിട്ടുണ്ടാവില്ലായിരിക്കാം. അതിൻ്റെ പേരിൽ നിങ്ങളെ മാറ്റി നിർത്തിയിട്ടുണ്ടാവും. ബട്ട് ഇപ്പോൾ അവരതൊക്കെ
ഓവർകം ചെയ്യുന്നതായിട്ടാണ് കാണിക്കുന്നത്. ഓക്കെ, അവർ സ്വയം അവരുടെ ഇൻഡ്യൂഷനിൽ വിശ്വസിക്കാൻ തുടങ്ങി. ആ ഇൻഡ്യൂഷനിൽ വരുന്ന ആ ഒരു ബിഗ് പിക്ചേഴ്സ് എല്ലാം അവർ വിശ്വസിക്കാൻ തുടങ്ങി എന്നുള്ളതാണ്. നിങ്ങളുടെ ഹോപ്പ് ഇവിടെ കാണുന്നുണ്ട്. കോണ്ടാക്ട് ഇല്ലായ്മ ഞാൻ പറഞ്ഞല്ലോ, ഒരു കോണ്ടാക്ട് ഇല്ലായ്മ ഇവിടെ കാണുന്നുണ്ട്. മേ ബി അതുകൊണ്ടായിരിക്കാം, ഇല്ലെങ്കിൽ ആ പേഴ്സൺ പഴയതുപോലെ സ്നേഹത്തിലേക്ക് വന്ന ടൈമിലുള്ള ഒരു ഓപ്പൺ ആയിട്ട് സംസാരിക്കുന്നത്, അല്ലെങ്കിൽ നിങ്ങൾക്ക് തരുന്ന ടൈമൊന്നും തരാത്തത് കൊണ്ട് തന്നെ അത് പഴയതുപോലെ പഴയ സ്നേഹത്തിലേക്ക് പോകും എന്നുള്ളൊരു ഹോപ്പ് നിങ്ങൾക്ക് ഇവിടെ ഉള്ളതായിട്ട് കാണുന്നുണ്ട്. അതുപോലെ ഈ പേഴ്സന്റെ ലൈഫിൽ നടക്കുന്ന മറ്റൊരു കാര്യം, ഇവർ ചാലഞ്ചിനെല്ലാം ഓവർകം ചെയ്യുന്നതിലൂടെ ഹീലിംഗ് പ്രോസസ്സ് നടക്കുകയാണ്. ഓക്കെ, ഇത്രയും നാളും അപ്പൊ ഇങ്ങനെ ചെയ്യുന്ന, ഇപ്പം ഇങ്ങനെ ഓപ്പൺ ആയിട്ട് സംസാരിക്കുന്ന ഒരാൾ എന്തുകൊണ്ട് മുന്നേ പറഞ്ഞുകൂടാ എന്ന് ചിന്തിക്കുന്നുണ്ടെങ്കിൽ അന്നേരത്തെ അവർക്ക് അതൊരു സ്റ്റക്ക്ഡ് സിറ്റുവേഷൻ ആയിരുന്നു. പക്ഷെ ഇപ്പം അങ്ങനെയല്ല, അവർ സ്വയം അതിനെ ഓവർകം ചെയ്യാണ്. അത് ഹീലിംഗ് നടക്കുന്നത് കൊണ്ടും കൂടിയാണ് കേട്ടോ. അവർക്ക് ഹീലിംഗ് സ്വയം നടക്കുന്നത് കൊണ്ടാണ് അവർ ഇൻഡ്യൂഷൻസ് അവർക്ക് ട്രസ്റ്റ് ചെയ്യാൻ തോന്നുന്നത്. ഇൻഡ്യൂഷൻ ഉണ്ടെന്ന് അവർക്ക് മനസ്സിലാവുന്നത് പോലും ഹീലിംഗ് നടക്കുമ്പോഴാണ്. വീൽ ഓഫ് ഫോർച്യൂൺ വന്നിട്ടുണ്ട്. മേ ബി ഈ പേഴ്സൺ എന്തെങ്കിലും കർമ്മ സ്റ്റേജിലൂടെ കടന്നു വന്നിട്ടുണ്ടാകാം. ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതൊരു കർമ്മയായിരിക്കാം. ഓക്കെ, നിങ്ങൾ കഴിഞ്ഞ ജന്മത്തിലോ ഈ ജന്മത്തിലോ ചെയ്തിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് തിരിച്ചടിച്ചു എന്ന് വേണമെങ്കിൽ പറയാം. അല്ലാന്നുണ്ടെങ്കിൽ, അതായത് നമ്മൾ ഒരാളെ വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ആ വേദന നമുക്ക് തിരിച്ചു കിട്ടുക എന്ന് പറയും. അല്ലാന്നുണ്ടെങ്കിൽ ഈ പേഴ്സൺ ഒരു കർമ്മ സ്റ്റേജിലൂടെ വന്നു എന്നുള്ളത്. ഈ കർമ്മ സൈക്കിൾ നിങ്ങളുടെ ലൈഫിലായാലും അവരുടെ ലൈഫിലായാലും അതിനിപ്പോൾ ഒരു അവസാനം എന്തായാലും വന്നിട്ടുണ്ട്. ഓക്കെ, ആ ഒരു സൈക്കിൾ ഇവിടെ അവസാനിച്ചിട്ടുണ്ട്. ആ ഒരു ഹീലിംഗ് ഇവിടെ നടന്നിട്ടുണ്ട്. ഓക്കെ, അത് നിങ്ങളുടെ ലൈഫിലാണെങ്കിലും അവരുടെ ലൈഫിലാണെങ്കിലും ഈ ഒരു കർമ്മ സൈക്കിളിലൂടെ കടന്നു വന്നത് കൊണ്ട് തന്നെ ഒരുപാട് ലെസൺസ് എടുത്തതായിട്ടും കാണുന്നുണ്ട്. ഇപ്പൊ നിങ്ങൾ ഈ പേഴ്സൺ കാരണം നിങ്ങളാണ് ഒരുപാട് കരഞ്ഞിരുന്ന്, ഒരുപാട് ഡേ പോയി, ഒരുപാട് കാര്യങ്ങൾ പോയി, നിങ്ങളുടെ ടൈം പോയി, അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇത് നിങ്ങൾക്കുള്ള കർമ്മയായിരിക്കും കേട്ടോ. നിങ്ങൾ ഈ ജന്മത്തിൽ അറിഞ്ഞുകൊണ്ട് ചെയ്തതായിരിക്കാം, മറ്റൊരാളെടുത്ത് വേദനിപ്പിച്ചതായിരിക്കാം, അല്ലെങ്കിൽ നമ്മൾ നിൽക്കേണ്ട പൊസിഷൻ എന്താണെന്ന് അറിഞ്ഞിട്ടും നമ്മൾ ആ പൊസിഷൻ മറന്നുകൊണ്ട് ജീവിക്കുക. ദാറ്റ് മീൻസ് ഒരു വേറെ റിലേഷൻഷിപ്സ് അങ്ങനെ ഉള്ള എന്തെങ്കിലും ചീറ്റിംഗ് കേസുകളൊക്കെ ഉണ്ടെങ്കിൽ, അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇത് നിങ്ങൾക്കുള്ള കർമ്മയായിരിക്കാം. മനസ്സിലാക്കുക, ആ ഒരു കർമ്മ സൈക്കിൾ നിങ്ങൾക്ക് ഇപ്പോൾ അവസാനിച്ചിട്ടുണ്ട്. സോ നിങ്ങൾക്ക് ഇനി അങ്ങോട്ട് വരുന്നത് ഹാപ്പിനെസ് ആയിരിക്കും. അപ്പോൾ വീണ്ടും വീണ്ടും കർമ്മകളെ വരുത്തി വെക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. ഓക്കെ, ഹാങ്ഡ് മാൻ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ കർമ്മ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കുള്ളതാണെന്നല്ല ഞാൻ പറയുന്നത്. മേ ബി അത് ആ പേഴ്സൺ ഉള്ളതായിരുന്നിരിക്കാം. നിങ്ങൾ അങ്ങനെ ഒരു സിറ്റുവേഷൻ നിങ്ങൾക്ക് ഉണ്ടായിരുന്നിട്ടുണ്ടെങ്കിൽ, നിങ്ങൾക്ക് അറിയാലോ നിങ്ങളുടെ സിറ്റുവേഷൻ എന്താണെന്നുള്ളത്, അങ്ങനെയെങ്കിൽ മാത്രം ആ സിറ്റുവേഷനായിട്ട് കണക്ട് ചെയ്ത് എടുക്കുക. ഓക്കെ, ഹാങ്ഡ് മാൻ വന്നിട്ടുണ്ട്. നിങ്ങൾ രണ്ടുപേരും ഒരേപോലെ സാക്രിഫൈസ് ചെയ്യണം എന്നുള്ളത് കാണുന്നുണ്ട്. നിങ്ങളുടെ ലൈഫ് സിറ്റുവേഷൻസ് എന്താണെന്നുള്ളത് നിങ്ങൾക്ക് മാത്രമേ അറിയുള്ളൂ. എന്തെങ്കിലും തേർഡ് പാർട്ടി സിറ്റുവേഷൻസ് ഉണ്ടോ, അല്ലെങ്കിൽ ലൈഫിൽ വേറെ എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടോ, നിങ്ങളുടെ ഇടയിൽ ഒന്നാകാതെ റീയൂണിയൻ സംഭവിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ഒക്കെ ഒരു, അല്ലെങ്കിൽ പ്രോപ്പറായിട്ട് റിലേഷൻഷിപ്പിലേക്ക് വരാതിരിക്കാൻ എന്തെങ്കിലും റീസൺസ് ഉണ്ടോ എന്നുള്ളത് നിങ്ങൾക്കേ അറിയുള്ളൂ. അപ്പം അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒരുപോലെ ത്യാഗം ചെയ്യുക എന്ന് പറഞ്ഞാൽ, അതായത് അവർ മാത്രം, ഒരാളുടെ സൈഡിൽ മാത്രം എഫേർട്ട് ഉണ്ടായിട്ട് കാര്യമില്ല, രണ്ടുപേർക്കും ഈ എഫേർട്ട് വേണം എന്നുള്ളത് കാണുന്നുണ്ട്. ആൻഡ് അതുപോലെ തന്നെ നിങ്ങളടുത്ത് ഹോൾഡ് ചെയ്ത് വെച്ചിട്ടുള്ള കാര്യങ്ങളെല്ലാം ലെറ്റ് ഗോ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഗൈഡൻസ് ഇവിടെ ഉണ്ട്. ദാറ്റ് മീൻസ് എന്താ പറഞ്ഞു വെച്ചാൽ, നിങ്ങളിപ്പം കുറേ നാളായിട്ടൊരു റിലേഷൻഷിപ്പിന് വേണ്ടി വെയിറ്റ് ചെയ്യുക, അവർ വരുന്നില്ല, എന്നിട്ട് പിന്നീട് വരുമ്പോഴൊക്കെ നമുക്ക് അപ്പോഴത്തേക്ക് ഓൾറെഡി ആ പേഴ്സണുമായിട്ടുള്ള ഒരു അറ്റാച്ച്മെന്റ് കുറഞ്ഞിട്ടൊക്കെ ഉണ്ടാവും. അപ്പം അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ, നെഗറ്റീവ് തോട്ട്സിന് ക്യാരി ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെ ലെറ്റ് ഗോ ചെയ്യുക, വിട്ടുകളയുക എന്നുള്ളത് പറയുന്നുണ്ട് കേട്ടോ. റിലീസ് ചെയ്ത് കളയുക. ആ പേഴ്സൺ ഒരു ഹീലിംഗ് നടന്നിട്ടുണ്ട് ലൈഫിൽ, അതുപോലെ നിങ്ങൾക്കും ഹീലിംഗ് കൊടുക്കുക. കിങ് ഓഫ് പെൻഡക്കിൾ വന്നിട്ടുണ്ട്. ഫിനാൻഷ്യലി എന്തെങ്കിലും ബുദ്ധിമുട്ട് ഇതിനു മുൻപേ നിങ്ങളുടെ പേഴ്സൺ അനുഭവിച്ചിട്ടുണ്ടെങ്കിൽ അതിനുള്ളൊരു മാറ്റം ഇവിടെ കാണുന്നുണ്ട്. അപ്പോൾ സിറ്റുവേഷൻസിൽ ഇവിടെ കറക്റ്റ് ആയിട്ട് പറയുന്നത് എന്താ വെച്ചാൽ, സ്ട്രഗ്ലിംഗ് ആയിട്ടുള്ള സിറ്റുവേഷൻസ് നിങ്ങളുടെ പേഴ്സൺ ഉണ്ടായിരുന്നു, പക്ഷെ ഇപ്പോൾ കറന്റ് അങ്ങനെ ഉള്ള സിറ്റുവേഷൻസ് ഇല്ല. അത് മനഃപൂർവ്വം അവർ തന്നെ ഓവർകം ചെയ്തു വന്നു എന്നുള്ളതാണ്. ഓക്കെ, അതായത് പെട്ടെന്നൊരു പവർ എടുക്കുക, അല്ലെങ്കിൽ അവർക്കുള്ള കർമ്മയാണെങ്കിൽ ആ കർമ്മ സൈക്കിൾ അവസാനിക്കുമ്പം അവർ ഒരുപാട് പാഠങ്ങൾ പഠിച്ച് ആ ലെസൺസ് എടുക്കുക, അങ്ങനെയുള്ള കാര്യങ്ങൾ. ഓക്കെ, ഇപ്പം ഉള്ള ഒരു ആൻസൈറ്റി, അല്ലെങ്കിൽ നമ്മൾ ഫസ്റ്റ് പറഞ്ഞതുപോലെ ഒരു ആൻസൈറ്റി, അല്ലെങ്കിൽ അവരുടെ ഒരു പേടി എന്ന് പറയുന്ന കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മറ്റാളുകളെയാണ്. ഓക്കെ,
ഓക്കെ. ഒരു എക്സ്ട്രാ മരിക്കുലർ റിലേഷൻഷിപ്പ് ഒക്കെ ആണെങ്കിൽ അറിയാലോ. അപ്പം നിങ്ങളുടെ അടുത്ത് ഓപ്പൺ ആയിട്ട് പറഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു പേടി അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഉത്കണ്ഠ അല്ലെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങൾ അവർക്ക് ആ ഒരു ഡിപ്രസ്ഡ് ആയിട്ടുള്ള ഒരു അവസ്ഥ അവർക്കുണ്ട്. ബട്ട് അതിനെ അവർ ഓവർകം ചെയ്തിട്ട് അതൊരു ചാലഞ്ചായി എടുത്തിട്ട് നിങ്ങളുടെ അടുത്ത് ഇത് ഇൻഫോം ചെയ്യും അല്ലെങ്കിൽ നിങ്ങളുടെ അടുത്ത് ഓപ്പൺ ആയിട്ട് സംസാരിക്കും എന്നുള്ളതാണ് കാണുന്നത് കേട്ടോ. തുടക്കം പറഞ്ഞിരുന്നു അവരുടെ അവസ്ഥ ഒറ്റവാക്കി പറയുകയാണെങ്കിൽ ഡിപ്രസ്ഡ് ആണ്. പക്ഷെ പോകെയുള്ള കാർഡ്സ് കാണിച്ചു തരുന്നത് അത് അവരെ ഓവർകം ചെയ്ത് വരുന്നു എന്നുള്ളതാണ് കാണിച്ചു തരുന്നത്. വന്നിട്ടുണ്ട്. ഇപ്പൊ ഫിനാൻഷ്യൽ ഇഷ്യൂസ് ഉള്ള ആളുകളാണ് നിങ്ങളുടെ പേഴ്സൺ എങ്കിൽ ആ സിറ്റുവേഷൻ അവർ ഓവർകം ചെയ്തിട്ടുണ്ട്. ഓക്കെ. പിന്നെ ഈ സ്റ്റെക്ഡ് ആയിട്ടുള്ള അവസ്ഥ ഇവിടെ കാണിക്കുന്നുണ്ട്. അത് ഞാൻ പറഞ്ഞല്ലോ, ഈ ആൻസൈറ്റി അവർ എത്രയൊക്കെ ഓവർകം ചെയ്താലും ചില സമയത്ത് ആ ഒരു കോൺഫിഡൻസ് പോവുക അല്ലെങ്കിൽ എന്ത് സംഭവിക്കും എന്നുള്ള ഒരു ടെൻഷൻ വരിക. അത് ചെറിയ ടെൻഷൻ അല്ല, നല്ല രീതിക്ക്. ഓക്കെ. എന്താണെങ്കിലും ഇനിയിപ്പം അവരെന്തായാലും തീരുമാനിക്കുന്നത് മൂവിങ് ഫോർവേഡ് ആണ്. അതുപോലെ വരുന്നത് എന്താണോ അത് അവിടെ വെച്ച് കാണാമെന്നുള്ള രീതിയിലാണ് അടുത്ത അവരുടെ തീരുമാനം എന്ന് പറയുന്നത്. അപ്പം നിങ്ങളുടെ പേഴ്സന്റെ കറന്റ് എനർജി എന്ന് പറഞ്ഞ ഇതാണ്, സിറ്റുവേഷൻ ഇതാണ്. അവരുടെ ആ ഒരു തോട്ട്സ് ആണ് നിങ്ങളെ കോൺടാക്ട് ചെയ്യണം, ഒരു ഫീലിങ്സ് ആണ് നിങ്ങളെ കോൺടാക്ട് ചെയ്യണം എന്നുള്ളത്. ന്യൂ ലവ് ഒക്കെ വന്നിട്ടുണ്ട്. ദാറ്റ് മീൻസ് പുതിയൊരു സ്നേഹം തരാനായിരിക്കാം. അതായത് ഓപ്പൺ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞിട്ട് എന്തെങ്കിലുമൊക്കെ തീരുമാനിക്കട്ടെ എന്നുള്ള രീതിയിൽ തീരുമാനം എടുക്കാൻ വേണ്ടിയിട്ടായിരിക്കാം. അക്സെപ്റ്റ് ചെയ്യുമെങ്കിൽ ചെയ്യട്ടെ, ഇല്ലെങ്കിൽ അതിന്റെ വഴിക്ക് നടക്കട്ടെ എന്നുള്ള രീതിയിലായിരിക്കാം. പുതിയ സ്നേഹമൊക്കെ ഇവിടെ കാണിക്കുന്നുണ്ട്. ബോട്ടം ഓഫ് ദ ഡെക്ക് വന്നിട്ടുള്ളത് കിങ് ഓഫ് സോഡ്സ് ആണ്. ഈഗോയൊക്കെ ഉണ്ടായിരുന്നു, നിങ്ങൾ ചെയ്യുന്ന പോലെ തിരിച്ചു ചെയ്യുക അല്ലെങ്കിൽ ഇങ്ങോട്ട് വന്ന് കോൺടാക്ട് ചെയ്യട്ടെ എന്നൊക്കെയുള്ള ഈഗോ ഈ പേഴ്സൺ ഉണ്ടായിരുന്നു. ബട്ട് ഇപ്പം അതൊന്നുമില്ല, അതൊക്കെ പോയിട്ടുണ്ട് എന്നുള്ളതാണ്. ഹീലിംഗ് നടന്നതിന്റെ പവറാണ് കേട്ടോ. മേ ബി നിങ്ങളുടെ ആ ഒരു പ്രാർത്ഥനയുടെ ഫലമായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ മാനിഫെസ്റ്റ് പോലത്തെ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന്റെ റിസൾട്ട് ആയിരിക്കാം. അതുപോലെ മാനിപ്പുലേഷൻ, മറ്റാളുകൾ ഇവരെ മാനിപ്പുലേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ, അതായത് നിങ്ങളുടെ ഇടയിൽ വന്നിട്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ ഇടങ്കോല് വെക്കുന്ന ആരെങ്കിലും ഒക്കെ ഉണ്ടായിരുന്നിട്ടുണ്ടെങ്കിൽ ആ ഒരു മാനിപ്പുലേഷൻ, അങ്ങനെ നടക്കുന്ന കാര്യങ്ങൾ അതിനെയെല്ലാം അവർ കൺട്രോൾ ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ. നല്ലൊരു ചേഞ്ച് ആണ് എന്തായാലും നിങ്ങളുടെ പേഴ്സണ്. സോ നിങ്ങളുടെ റീഡിംഗ് എന്ന് പറഞ്ഞത് ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് റെസനേറ്റ് ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ, റീഡിംഗ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക.